Yes, Shubha, how are you? സുഖമായിട്ടിരിക്കുന്നു സാറേ. സുഖമായിട്ടിരിക്കുന്നു. Yes. ഞാനേ ഹോസ്പിറ്റലില. എനിക്കൊന്നും പറ്റില്ല. എന്റെ അമ്മയുടെ അനിയത്തിക്ക് ഹിസ്റ്ററക്ടമി ചെയ്തതാ. ഇന്നലെയാ ചെയ്ത ഓപ്പറേഷൻ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൂട്ടുവയ്ക്കാൻ വന്നേക്കുവാ. ഇന്നലെ തൊട്ട് ഇവിടെയാ. അതുകൊണ്ട് ഞാന് തൊടുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റല്. അത്യാവശ്യം വലുതാ. ഞാനും ആദ്യമായിട്ട് വരുന്ന സാർ. കഴിഞ്ഞു. ഇന്നലെയായിരുന്നു സർജറി. കഴിഞ്ഞ് ഇറക്കി. ഇന്നലെ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എന്നാ പോണേന്നുള്ളത് ഞാൻ നാളെ രാവിലെ വീട്ടിൽ പോകും. Very good, very good, very good. Yes. When the health is lost, something is lost. അപ്പോൾ ഞാൻ ശുഭനോട് പ്രത്യേകം പറയുന്നതാണ്, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പോയി അത് ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കിക്കോളും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യം. കാരണം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെ സാർ, അതെ എനിക്കത് നന്നായിട്ട് അറിയാം സാറ്. കാരണം ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ബോറടിക്കും. എന്നാലും ഞാൻ പറയാം, എനിക്കൊരു അനീതി ഉണ്ടായിരുന്നു. അത് ഈ ഫെബ്രുവരിയിൽ മരിച്ചു പോയതാ, എലിപ്പനിയായിട്ട്. അപ്പം 1 വർഷം ആവുന്നുള്ളൂ. അവൾക്കും ഇതുപോലെ വേറെ അസുഖങ്ങളൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് ക്ഷീണമായിരുന്നു. അപ്പം ക്ഷീണമാണല്ലോ എന്നോർത്ത് നമ്മൾ ഇരുന്നു. 2 ദിവസം ക്ഷീണമാണെന്ന് പറഞ്ഞ് വെറുതെ ക്ഷീണമാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു. 3-ാമത്തെ ദിവസം വൊമിറ്റിംഗ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന്റെ പിറ്റേ ദിവസം മരിച്ചു. ഒരുപക്ഷെ നമ്മൾ ആ ക്ഷീണം ജസ്റ്റ് തോന്നിയപ്പോ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നെങ്കിൽ രക്ഷിക്കാൻ പറ്റുമായിരുന്നിരിക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം കൊണ്ട് അത് പഠിച്ചു. എന്ത് ചെറിയ ഇത് വന്നാലും നമ്മൾ മലയാളികൾക്കുള്ള ഇതാണ് സ്വയം ചികിത്സ. നമ്മൾ എന്തിനും സ്വയം ചികിത്സിക്കുന്ന ആൾക്ക്, ഞാനടക്കമുള്ള എല്ലാവരും. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എല്ലാത്തിനും സ്വയം ചികിത്സിക്കും. പുള്ളി ഒരു നാട്ടുവൈദ്യനാണ്. പുള്ളിക്ക് എല്ലാം സ്വന്തമായിട്ട് പുള്ളി ചികിത്സിക്കും. ഒരു പരിധിവരെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ മലയാളികളും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. സത്യം സാർ, എല്ലാരും ഉണ്ടല്ലോ ഒരു ഗൂഗിൾ നോട്ടം ഉണ്ട്. ഗൂഗിള് നോക്കുക, മെഡിസിൻ എടുക്കുക. പിന്നെ ഞാന് ഗൂഗിള് നോക്കിയിരുന്ന് എനിക്ക് പിടികിട്ടിയത് എന്നാന്നറിയോ, ചെറിയൊരു മുഴ അങ്ങനത്തെ സാധനമൊക്കെ കണ്ട അപ്പ ഗൂഗിള് പറയും ക്യാൻസർ. വായിക്കുന്നവർ ഇത് ക്യാൻസർ ആണെന്ന് വിചാരിച്ച് പിന്നെ അവരെന്നാ അതൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കുവോ. എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്നില്ലല്ലോ. പക്ഷെ അതൊന്ന് ക്വാളിഫൈഡ് ആയ ഒരാളെ കൊണ്ട് ചെക്ക് ചെയ്യിച്ച് ഉറപ്പിക്കില്ല. ഗൂഗിള് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല. അത് ഗൂഗിള് ക്യാൻസർ എന്ന് പറഞ്ഞാൽ പിന്നെ ക്യാൻസർ ആണ്. വീട്ടിലെ എന്തെങ്കിലും ചോദിക്കുമ്പോ വൈഫ് പറയുമ്പോ ഞാൻ ചോദിക്കും, എന്താ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആണോ ചോദിക്കും. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ പ്രോഡക്റ്റ് ആണ്. സുബിത, ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങൾ ഇവിടെ ആരും കാണാത്തതുകൊണ്ട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പ്രതികരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് ടീച്ചർക്കാണ് പറയേണ്ടത്. ടീച്ചർക്ക് പകരമാണ് മിന്നു ഞാനിന്ന് വന്നത്. മിന്നുവിന്റെ അമ്മയ്ക്ക് സുഖമായോ? മിന്നുവിന്റെ അമ്മയ്ക്ക് സുഖമായോ? മിന്നു ഇന്നലെ ഡിസ്ചാർജ് ആയി, വീട്ടിലെത്തി. അന്ന് പറഞ്ഞിരുന്നില്ലേ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. ഇന്നിപ്പോ അടുത്ത ഒരാളെ ഇരിപ്പുണ്ടാ. അതെ, ഒരാഴ്ച കിടന്നു. ഒരാഴ്ച. ശുഭ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു. അയ്യോ, എന്തു പറ്റി? ശുഭയുടെ അമ്മയുടെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഇവിടെ അമ്മയുടെ പെൺമക്കൾക്കായിരുന്നു രാത്രി ഡ്യൂട്ടി, പകല് എനിക്കായിരുന്നു ഡ്യൂട്ടി. അത് കാരണം ക്ലാസ് ഒക്കെ കുറെ മിസ്സായി. നോ പ്രോബ്ലം. യെസ്, അതിന്റെ പേരിൽ നിങ്ങൾ ആരും പരീക്ഷ പാസ്സാവാതിരിക്കില്ല. സാറ് തരുന്ന കോൺഫിഡൻസ് ആണ്. നിങ്ങളൊന്ന് വന്ന് കയറി പോയാൽ മതി. യെസ്, ഓക്കെ.
ക്ലാസ്സിൽ കയറാൻ റെക്കോർഡ് ക്ലാസ് ഒന്നും എടുത്ത് നോക്കി അതിന്റെ എന്താണ് പറഞ്ഞത് നോക്കിയാൽ മതി. ഫുൾ കേൾക്കണമെന്നും പറഞ്ഞില്ല. നോക്കി ഇപ്പൊ ഇന്നലെ ആയിരുന്നു MT10 എക്സാമിനേഷൻ. MT10 MT11 സെയിം ആയിരുന്നു. ഇന്നലെ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ രാത്രി എന്റെ മൊബൈൽ നോക്കി കഴിഞ്ഞപ്പോ വളരെ നല്ല മെസ്സേജുകൾ. സാറേ ഞാൻ ഫുള്ളായിരിക്കും കേട്ടോ, ഫുള്ളായിരിക്കും, 100-ൽ 100 ഒരു കുട്ടി. അപ്പൊ അതിന്റെ പുറകിൽ വേറെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഫുള്ള് തന്നെ ആയിരിക്കും കേട്ടോ. യെസ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാ പരീക്ഷകളും വെച്ച് ഏറ്റവും എളുപ്പമുള്ള പരീക്ഷയായിരുന്നത്. അപ്പൊ അതുകൊണ്ട് 100-100 സാറ് പറഞ്ഞ അതേ ചോദ്യങ്ങളൊക്കെ തന്നെ പലതും ആവർത്തിച്ച് വന്നിരുന്നു. അതുകൊണ്ട് അതൊക്കെ തന്നെ എഴുതാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായില്ല. യെസ്, അതുകൊണ്ട് നമുക്ക് ആ പരീക്ഷയുടെ ഒരു മാസത്തിന് മുമ്പ് അതിന് പിടിക്കാം. പരീക്ഷ എന്താണെന്നുള്ള ഡേറ്റ് കറക്റ്റ് വന്നതിന് ശേഷമുള്ള ഒരു മാസം. സാർ, മെയിൻ എക്സാമിന് നമുക്ക് ഇംഗ്ലീഷ് എത്രയിലാവും മാർക്ക്? ഇംഗ്ലീഷ് 100. ഓക്കെ ഓക്കെ. ഒരു ടേം എക്സാമിനേഷന് മുമ്പ് വെക്കും, അത് 10 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വെക്കും. ഇംഗ്ലീഷിന് മെയിൻ എക്സാമിനേഷൻ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ അതിന് 50 ചോദ്യം ഉണ്ടാവും, 50 ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്, അങ്ങനെ 50 ചോദ്യങ്ങളുടെ ഒരു പാക്കേജ് ആണ്. അപ്പൊ അങ്ങനെ 100 മാർക്ക്. യെസ്. ഒരു തമിഴ് മാത്രം അറിയാവുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, അൻകിത എന്നാണ് എന്റെ പേര്. അപ്പൊ അത് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. യെസ് സാറേ, വളരെ എളുപ്പമായിരുന്നു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ലാസ്റ്റ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമവും പറഞ്ഞ് അവസാനിപ്പിച്ചു. യെസ്. അപ്പൊ സുബിത മിനു, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ പയ്യെ? വേറെ ആരെയും വരാൻ വഴിയില്ലാത്തതുകൊണ്ട്. യെസ്, ഓക്കെ. അപ്പൊ നമുക്കൊരു ട്രാൻസ്ലേഷൻ വഴി തന്നെ തുടങ്ങാം. യെസ്, ഇന്നത്തെ ക്ലാസ് ടീച്ചറിന്റെ ക്ലാസ് ആണ്. നാളെ ഞാൻ വരും. യെസ്, ഇന്നിപ്പോ നമുക്ക് ടീച്ചർ എടുക്കേണ്ട ക്ലാസ് ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പൊ ശുഭ ഹോസ്പിറ്റലാണെങ്കിൽ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കും. ഞങ്ങൾ ട്രാൻസ്ലേഷനോട് കിടക്കുന്നു. ഓക്കെ സാർ. ഓക്കെ 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 ഓക്കെ. യെസ്, ഒരു മലയാളം വാചകമാണ്, എഴുതിക്കോളൂ മലയാളത്തിൽ കേട്ടോ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ഇപ്പോൾ പോലും ആ സ്വപ്നം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. നിങ്ങൾക്ക് മുമ്പിൽ ആ സ്വപ്നം വെളിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഒരു ദിവസം ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ
വെളിപ്പെടുത്തും. വെളിപ്പെടുത്തും. യെസ്, അതറിയാൻ നിങ്ങൾക്കൊരു ജിജ്ഞാസ ഉണ്ടാകും. ഒരു മിനിറ്റ്. ഈ ഫാൻ സ്പീഡ് കുറക്കാനാണ്. കുറച്ചിട്ട് യെസ്. അപ്പോ ഞാൻ മുമ്പിൽ വായിക്കാം. ജിജ്ഞാസ ഉണ്ടാകും. എന്റെ കുടുംബത്തിൽ ഞാൻ എന്റെ സ്വപ്നം വെളിപ്പെടുത്തി. എന്റെ കുടുംബത്തിൽ ഞാൻ എന്റെ സ്വപ്നം വെളിപ്പെടുത്തി. എന്നാൽ എന്റെ കുടുംബ അംഗങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അതിനുശേഷം സാർ ഒരു ചോദിക്കട്ടെ, ഞാൻ എന്റെ സ്വപ്നം വെളിപ്പെടുത്തും എന്നാണോ വെളിപ്പെടുത്തി എന്നാണോ? വെളിപ്പെടുത്തി. ഓക്കെ. വെളിപ്പെടുത്തി. എന്നാൽ എന്റെ കുടുംബാംഗങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അതിനുശേഷം എന്റെ സ്വപ്നത്തെ കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ക്വസ്റ്റ്യൻ മാർക്ക്. എന്നെ ഒരു സഹോദരനായി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, അത്രേ ഉള്ളൂ. എഴുതിക്കോളൂ. Then Liji and Rajeshwari. Yes, sir.
ഇതൊക്കെ വിശേഷങ്ങള് കുഴപ്പമില്ല സർ. കുഴപ്പമൊന്നുമില്ല അല്ലേ? യെസ്, ഓക്കെ 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 എനിക്ക് ഓക്കെ. ക്ലാസ്സിൽ മര്യാദക്ക് കേറാൻ പറ്റണില്ല. ഓഫീസിൽ ചിലപ്പോ ആ സമയത്ത് തിരക്ക് വരും. ഓക്കെ. ഇപ്പൊ ഏത് ഫുഡ് ഓഫീസിലാണ് കഴിക്കാൻ ഞാന് വെഹിക്കിൾ ഫിനാൻസിലെ. ഓക്കെ ഓക്കെ. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ വന്ന് കയറിയിട്ട് നേരത്തെ അത് പോയോ? എന്താണ്? കുറച്ച് മുമ്പ് വന്ന് കയറിയിട്ട് അത് പണിക്ക് പോയോ? ഇല്ല, ഇന്ന് ഇപ്പൊ ഫുഡ് കഴിക്കുന്ന ടൈമാണ്. ഇപ്പൊ കിട്ടിയതാണ് ഫുഡ് കഴിക്കാൻ ടൈം. അപ്പൊ കേറിയതാണ് സർ. വെരി ചില ഗുഡ്. ടൈമിൽ കിട്ടും, ചില ടൈമിൽ കിട്ടില്ല. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഇത്ര മാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ആരും അറിയുന്നില്ല അല്ലേ രാജേശ്വരി? ഇതിനൊക്കെ പ്രതിഫലം കിട്ടും. ഡോണ്ട് വറി. യെസ്. രഞ്ജീഷ് ചേട്ടൻ സർ. ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? കുഴപ്പമില്ല. രണ്ടു മൂന്ന് കേറാൻ പറ്റിയിട്ടില്ല സർ. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ ഈ ടൈലിന്റെ കട്ടിങ്ങിന്റെ സൗണ്ട് ഒക്കെ ഉള്ളത് കൊണ്ടൊക്കെ ഒന്നും കയറാൻ പറ്റണില്ല. എന്തോ? വീട് പണി നടക്കണേണ്. അപ്പൊ ടൈൽ കട്ടിങ്ങിന്റെ സൗണ്ട് ഒക്കെ ഉള്ളത് കൊണ്ടേ കേറാൻ പറ്റുന്നില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയാണ് വീട് പണിയുന്നത്? വീട് സ്വന്തം ഇവിടെ തന്നെ. ചെല്ലാനത്താണ്? എവിടെയാണ്? ചെല്ലാനം. ചെല്ലാനത്തിന് കൊട്ടാരം പണിയുന്നുണ്ട് എന്ന് ഞങ്ങൾക്കൂടെ ന്യൂസ് കിട്ടിയായിരുന്നു. വി ഹാപ്പി ടു ഹിയർ എ ന്യൂസ്. ഓക്കെ. എവിടം വരെ വീടിന്റെ പണി? ഇപ്പൊ ടൈലിന്റെ പണി നടക്കണേ. ടൈലിടണേ. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 550. 550. താഴെ 10 വരെ ഉള്ളു, അത് മുകളിലേക്കില്ല? മുകളിലേക്ക് സ്റ്റെയർ റൂം മാത്രമേ ഇപ്പൊ ഉള്ളു. യെസ്, ഓക്കെ ഓക്കെ. പിന്നീട് സൗകര്യം പോലെ പിന്നെ എടുക്കാണ് അല്ലേ? ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. സ്റ്റെയർ അകത്തുനിന്നാണോ പുറത്തുനിന്നാണോ? അകത്ത് നിന്നാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നടക്കട്ടെ ലിജി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പരിപാടികൾ നടക്കട്ടെ. സ്വന്തമായിട്ടൊരു വീടുണ്ടാവട്ടെ. ആ സ്വന്തമായിട്ടൊരു വീടുണ്ടായിട്ട് ആദ്യത്തെ ദിവസമില്ലേ, അതിന്റെ നമുക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ആണ്. ശരിയാണ്. ആദ്യത്തെ ദിവസം. പിന്നീട് അത് പരിചയമാകുമ്പോൾ പോകും. എന്നാലും ഫസ്റ്റ് ഡേ ഈവൻ നൗ ഐ റിമെമ്പർ ദാറ്റ്. ഞാൻ ചെറിയൊരു വീടുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് ഒരു ദിവസം വൈകുന്നേരം ഇതേപോലെ എന്റെ ഇതൊക്കെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്കൊരു പുതിയ വീടിന്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. ആ സ്മെല്ല് ഒരു അഭിമാനവും ഒരു ആത്മനിർവൃതിയും എന്തൊക്കെയാണ് അതിന് പറയാൻ പറ്റില്ല. അത് ആ സംഗതികളൊക്കെയുള്ള സമയമാണ്. ഓക്കെ. സ്വപ്നമാണ് ഒരു വീട്. ഓക്കെ. കഴിപ്പം പറ്റുള്ളൂ.
മിന്നുവിന്റെ കഴിഞ്ഞു. സുബിത കഴിഞ്ഞു. അപ്പൊ നമുക്ക് പയ്യെ തുടങ്ങി നോക്കാം. ഓക്കെ, യെസ് മിനു തുടങ്ങിക്കോളൂ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. പറഞ്ഞേ. I had a dream in my life. Correct. I had a dream in my life. അല്ലെങ്കിൽ in my life, I had a dream. ശരിയാണ്. ഞാനത് അങ്ങനെ ചിന്തിച്ചു, പക്ഷെ ഇന്ന് പറഞ്ഞിട്ട് തുടങ്ങുമെന്ന് എനിക്കൊരു സംശയം. ഇപ്പോൾ പോലും ഞാൻ ആ സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്നു. പറഞ്ഞു മിന്നു. Even now I keep that dream in my heart. Yes, very good. Even now, അതാണ് വേണ്ടത്. Even now means ഇപ്പോൾ പോലും. I keep that dream in my heart. എന്റെ ഹൃദയത്തിൽ ഞാൻ ആ സ്വപ്നം ഇപ്പോഴും സൂക്ഷിക്കുന്നു. സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈവൺ നൗ ഒന്ന് എനിക്ക് കിട്ടിയത് അമ്മേനെ ഹോസ്പിറ്റലിൽ കിടത്തിയപ്പോ ഡോക്ടറായിരുന്ന. സാറ് അമ്മക്ക് കാൽസ്യം ഗുളിക അധികം കഴിച്ചിട്ടാണ് അമ്മക്ക് ഇപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ വന്നതേ. അപ്പൊ അമ്മോട് അത് നിർത്താൻ പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല. അപ്പൊ ഡോക്ടർ വന്നിട്ട് റൂമിൽ വന്നിട്ട് പറഞ്ഞു ഈവൺ നൗ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇംഗ്ലീഷ്. അപ്പൊ ഞാൻ എന്നിട്ട് ആളോട് ഹസ്ബൻഡിനോട് ചോദിച്ചു എന്താ ഈവൺ നൗ എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഇപ്പോൾ പോലും നിങ്ങൾ നിർത്തിയിട്ടില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. ജീവിതത്തിലെ നമുക്ക് ചില വാക്കുകളൊക്കെ അർത്ഥം കിട്ടുന്ന അങ്ങനെയാണ്. ഈവൻ നൗ ഒരിക്കലും മറന്നുപോകില്ല. യെസ്, ഈവൻ നൗ. യെസ്, വെരി ഗുഡ്. സാറൻ പറഞ്ഞപ്പോ പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അതാണ് ഞാൻ അത് ഓർത്ത് വേഗം എഴുതിയത്. യെസ്, വെരി ഗുഡ്. ചൂട് ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. നിങ്ങൾക്ക് ആ സ്വപ്നം വെളിപ്പെടുത്താൻ എനിക്കിപ്പോൾ കഴിയില്ല. പറയാൻ പറ്റൂ ശുഭ? സാർ ഞാൻ എഴുതിയത് ബട്ട് നൗ ഐ കാൻ റിവീൽ ദ ഡ്രീം നൗ. പിന്നെ ഞാൻ അതിന് മുമ്പത്തെ സെന്റൻസ് എഴുതിയത് സ്റ്റിൽ ഐ കീപ് ദ ഡ്രീം ഇൻ മൈ മൈൻഡ് എന്ന്. ഈവൻ നൗ എന്നുള്ളതിന് പകരം സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും. ഇപ്പോൾ പോലും എന്നുള്ളതിനാണ് ആ ഈവൻ വന്നത്. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, ശരിയാണ്. സ്റ്റിൽ. But one day I can reveal the dream in front of you. Yes, okay. One day I can reveal my dream before you. Yes, നമുക്കൊന്നുകൂടി പറയാം. നിങ്ങൾക്ക് മുന്നിൽ ആ സ്വപ്നം വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത് I cannot reveal that dream now. ഇപ്പോൾ എനിക്ക് ആ സ്വപ്നം വെളിപ്പെടുത്താൻ കഴിയില്ല, പക്ഷേ ഒരു ദിവസം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അത് വെളിപ്പെടുത്തും. ആ പക്ഷേ എന്നുള്ളതിന് ബട്ട് വൺ ഡേ ഐ വിൽ ടെൽ യു എന്ന് പറയാൻ പറ്റുമോ? ഐ വിൽ ടെൽ യു, ഞാനത് പറയും. യെസ്, അപ്പൊ പറയും, വെളിപ്പെടുത്തുക പറയുന്ന അതൊന്നും മാത്രമേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, ഗ്രാമർ വിഷയമൊന്നുമില്ല. കറക്റ്റ്. യെസ്, സുബിത വെളിപ്പെടുത്തും. നിങ്ങൾക്ക് അതറിയാൻ ഒരു ജിജ്ഞാസയുണ്ടാകും. ശരിയാണോ അറിയില്ല, ഞാൻ എഴുതിയിട്ടുണ്ട്. You are very curiosity to know that. ക്യൂരിയോസിറ്റി എന്നുള്ളത് ക്യൂരിയസ് എന്നായിട്ടെങ്കിൽ കറക്റ്റ്. Curious. You are very curious to know that. ക്യൂരിയോസിറ്റി വെച്ച് എഴുതാം. അപ്പൊ ഒരു സെന്റൻസ് മാറ്റണം. You will have curiosity to know that. അപ്പൊ അതിപ്പോ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ക്യൂരിയസ് ആറ് വരുമ്പോ അവിടെ ക്യൂരിയസ് വരുള്ളൂ. ആറെണ്ണം പകരം വിൽ ഹാവ് ആണെങ്കിൽ ക്യൂരിയോസിറ്റി വെച്ച് എഴുതാം. അപ്പൊ രണ്ട് രീതിയിൽ എഴുതാം. യു ആർ ക്യൂരിയസ് ടു നോ ദാറ്റ്. അതറിയാൻ നിങ്ങൾക്ക് ജിജ്ഞാസ ഉണ്ടാകും. അല്ലെങ്കിൽ യു വിൽ ഹാവ് ക്യൂരിയോസിറ്റി ടു നോ ദാറ്റ്. അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാകും. രണ്ടും കറക്റ്റ് ആണ്. ഞാനൊന്നുകൂടി പറഞ്ഞോട്ടെ.
അത് ഞാൻ എഴുതിയിരിക്കുന്നത് വിൽ യു ക്യൂരിയസ് ടു നോ ദാറ്റ് ഡ്രീം. അപ്പോ വില്ല് ആദ്യം കൊടുത്തല്ലേ? ആ ആ വില്ല് ആദ്യം കൊടുക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ചോദ്യമായിട്ട് മാറും. വിൽ യു കം, നീ വരുമോ? യു വിൽ എന്ന് എഴുതിയാൽ മതി അല്ലേ? യെസ്. അപ്പൊ യു വിൽ ഹാവ്, നിനക്ക് ഉണ്ടാകും. വിൽ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകും എന്നാണ്. എന്തുണ്ടാകും? മൂന്നാമത് പറയും ക്യൂരിയോസിറ്റി ഉണ്ടാകും. എന്തിനുള്ള ക്യൂരിയോസിറ്റി? അറിയുവാൻ. യു വിൽ ഹാവ് ക്യൂരിയോസിറ്റി ടു നോ. ഇല്ല ആദ്യം വരുമ്പോൾ അത് ചോദ്യമായിട്ട് മാറും, ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഏതിന്റെയും ഓക്സിലറി വെർബായിട്ടുള്ള ഈസ്, ആമ്, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, വുഡ്, ഷുഡ് ഇതൊക്കെ ആദ്യം വന്നു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം ചോദ്യമായിട്ട് മാറും. യേസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. യേസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ഉത്തരത്തിന്റെ ചോദ്യമായിട്ട് മാറും. യെസ്. ഓക്കെ സുബിത, അടുത്ത വരി ഇതാണ്. എന്റെ കുടുംബത്തിൽ ഞാൻ എന്റെ സ്വപ്നം വെളിപ്പെടുത്തി, എന്നാൽ എന്റെ കുടുംബാംഗങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല. I reveal my dream about my family, but my family not support me. എബൌട്ട് വന്ന സ്ഥലം ഒന്നും മാറിപ്പോയി. ഞാൻ എന്റെ സ്വപ്നത്തെ കുറിച്ചിട്ടല്ലേ അല്ലേ? അപ്പൊ എബൌട്ട് ഡ്രീം അല്ലേ വരുള്ളൂ. About my dream അല്ലേ? ആ ഡ്രീം ആക്കണം. അപ്പൊ കുഴപ്പമില്ല. ശരി. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എന്റെ കുടുംബത്തിൽ ഞാൻ സ്വപ്നം വെളിപ്പെടുത്തി. അപ്പൊ ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ള ആദ്യം പറയാം ഐ റിവീൽ. ഇനി ഒബ്ജക്റ്റ് എന്ത് വെളിപ്പെടുത്തി? എബൌട്ട് മൈ ഡ്രീം. എന്റെ സ്വപ്നത്തെ കുറിച്ച് ഞാൻ വെളിപ്പെടുത്തി. എവിടെ വെളിപ്പെടുത്തി? അടുത്തത് ഇൻ മൈ ഫാമിലി. യെസ്. എന്നാൽ എന്റെ കുടുംബാംഗങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. But my family not support me. Not supported me. സപ്പോർട്ട് ചെയ്തില്ല. കേട്ടോ, മൈ ഫാമിലി മെമ്പേഴ്സ് ഡിഡ് നോട്ട് സപ്പോർട്ട് മീ. എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അത് ശരി. അടുത്ത് പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം എന്റെ സ്വപ്നം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു ശരിക്കും അവിടെ കസ്റ്റമർ ഉണ്ടാവും. പോട്ടെ, ലിജി പറഞ്ഞോളൂ. After I didn't tell anyone about my dream. മൈ ഡ്രീം അല്ലേ? യെസ്. അതിനുശേഷം അപ്പൊ നമുക്ക് എന്താ പറയാ? ആഫ്റ്റർ ദാറ്റ്. ആഫ്റ്റർ ദാറ്റ്. പിന്നെ ഐ ഡിഡ് നോട്ട് ടെൽ എനിവൺ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എബൌട്ട് മൈ ഡ്രീം. അത് നമുക്ക് വേറെ രീതിയിൽ എടുക്കാം. ആഫ്റ്റർ that I have not told about my dream. എന്റെ സ്വപ്നത്തെ കുറിച്ച് ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതിനെ എഴുതാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? What do you think? What do you think എന്ന് പറയാം. What do you feel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. What do you feel? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കറക്റ്റ് ആണ്. എന്നെ ഒരു സഹോദരനായി കാണുക. See me as a brother. See me as a brother. ആ സി എന്നുള്ളതിന് പകരം വേണമെങ്കിൽ കൺസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല. കൺസിഡർ മീ ആസ് എ ബ്രദർ. ഒരു സഹോദരനായിട്ട് നിങ്ങൾ എന്നെ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. Then give your opinion. Give your opinion. Then reveal your opinion. അല്ലേ? Give your opinion. Give your opinion. Okay. ക്യാമറ മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് ആണ്. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ then എന്നിട്ട് tell your opinion. അഭിപ്രായം പറയുക. യെസ്. ഓക്കെ. അപ്പൊ ഈ പ്രാവശ്യത്തിലെ തെറ്റുകൾ കുറവായിരുന്നില്ലേ? കുറവായിരുന്നു. യെസ്. ഓക്കെ. മതി. ഇങ്ങനെയൊക്കെ വന്ന് ഒരു തെറ്റില്ലാണ്ടൊക്കെ നമ്മൾ എഴുതുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലേക്ക് വരും. യെസ്. ഓക്കെ. ഇനി
സാറേ ഈ ഏഹ്, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് പറയണത് അത് കാണാപ്പാടായി. ഐ ഹാഡ് എ ഡ്രീം. I had a സ്വപ്നം dream. തന്നെയാണല്ലോ എപ്പോഴും. Yes, I had a dream. എനിക്ക് എന്തുണ്ടായിരുന്നു? ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. സ്വപ്നങ്ങൾ ഉണ്ടാവണം എന്റെ മിന്നു, എന്നാലാണ് നമുക്ക് ജീവിക്കാനായിട്ട് പ്രേരണ. സ്വപ്നങ്ങളൊക്കെ സ്വപ്നങ്ങളായിട്ട് തന്നെ അവസാനിക്കാൻ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റുന്നത്, നമ്മളെന്നും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം തന്നെയല്ലേ. രാവിലെ എഴുന്നേൽക്കുന്നു, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കിടന്ന് ഉറങ്ങുന്നു, അത് കഴിക്കുന്നു, ഉച്ചയ്ക്ക് കുറച്ചധികം എഴുന്ന് ഉറങ്ങുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഇത് 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 തന്നെയല്ലേ പിറ്റേ ദിവസം ചെയ്യുന്നത് അല്ലേ? എല്ലാ ദിവസവും ഒരുപോലെ ഒരുപോലെയാണ്. അപ്പൊ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കറികൾക്ക് മാത്രം വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ടൈം ടേബിളിൽ ഒരു മാറ്റവും ഇല്ലാണ്ട് തുടരുകയാണ്. മാറ്റങ്ങളൊക്കെ വരുന്നത്. യെസ്, അതല്ല ജീവിതത്തിൽ എന്തുണ്ടാവുള്ളൂ, ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പറയാറുണ്ട്, എല്ലാം പ്ലാൻ ചെയ്തതുപോലെ പോകരുത്. ചിലപ്പോൾ പ്ലാൻ തെറ്റണം. അപ്പൊ അടുത്തൊരു പ്ലാൻ ഉണ്ടാകും, അത് പൊളിയണം. അപ്പൊ അടുത്ത് വേറൊരു പ്ലാൻ ഉണ്ടാകും. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, അങ്ങനെ പല പല പ്ലാനുകളിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്ത വേണ്ടത്, ഞാൻ ചിന്തിക്കുന്നതാണ്, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ അങ്ങനെ ചിന്തിക്കും. ഇതിനൊരു പരിഹാരമില്ലാത്ത പ്രശ്നമില്ലല്ലോ. ഏത് കൂട്ടെടുത്ത് കഴിഞ്ഞാലും അതിന് എവിടേക്കും ഒരു താക്കോലില്ല. അല്ല, ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ ഞാൻ ചിന്തിക്കുന്നത് ഈ സമയവും കടന്നു പോകും, അങ്ങനെ ഒരു ചിന്തയിലാണ് നടക്കുന്നത്. ഈ സമയം ഈ സമയം പഠിക്കണ സമയത്തൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ പോവുക, ടീച്ചർ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോ അത് പഠിക്കുക, പോരുക, ജോലിയായിട്ട് പിറ്റേ ദിവസം പോവുക. ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല, ഇന്നതാവണം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ഒരു ജോലിയൊക്കെ അന്ന് തന്നെ നോക്കി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു ജോലിനെ കുറിച്ചിട്ട് ആലോചിച്ചെങ്കിൽ നമുക്ക് കിട്ടിയായിരുന്നു. അന്നൊന്നും അങ്ങനല്ലേ, പഠിക്കാൻ പോയി, പറഞ്ഞയച്ചു, പോയി പഠിച്ചു, ആ കല്യാണമായി, അത് കഴിഞ്ഞു, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാ. ഇപ്പൊ നമ്മള് അതേ പ്രായമുള്ള അന്നത്തെ പ്രായമുള്ള കുട്ടികൾ പോണ കാണുമ്പോൾ നമുക്ക് അസൂയ വരും. അവർക്ക് ഒന്നും അറിയണ്ട, അങ്ങനെ പോയാൽ മതി എന്ന് പറയും. അതെ, കുറെ കഴിയുമ്പോഴാണ് ഈ ആവശ്യം എന്നുള്ള സംഗതി മാറിയിട്ട് അതൊരു അത്യാവശ്യമായിട്ട് മാറും. ആവശ്യം എന്നുള്ളത് മാറി അതൊരു അത്യാവശ്യമാകും. ആ അത്യാവശ്യമാകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാർ. അതിവിടെ എന്റെ ഹസ്ബൻഡ് പറയും സാറേ, ഞാൻ PSC കോച്ചിങ്ങിനൊക്കെ പോയിരുന്ന സമയത്ത് ആൾക്ക് ഇവിടെ ഗവൺമെന്റ് സർവീസിലാണ് ആള് വർക്ക് ചെയ്യണേ. അപ്പൊ അത് എക്സൈസ് ആണ്. അപ്പൊ ആള് പറയും, നിനക്ക് ജോലി ആവശ്യമുള്ളൂ, അത്യാവശ്യമല്ലേ, അത് കാരണം കിട്ടാത്തതെന്ന് പറയും. നിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോണ്ട്, അപ്പൊ നിനക്ക് ജോലി എന്ന് പറയുന്നത് ഒരു ആവശ്യം എന്നുള്ള, ജോലി വേണം എന്നൊരു ആഗ്രഹം, ആവശ്യം, അത്യാവശ്യം, അത് അത്രയും അത്യാവശ്യമായിട്ട് നിൽക്കണവരുണ്ട്. അവരത് നേടിയെടുക്കാൻ ശ്രമിക്കും. നമ്മളെത്ര അത് കറക്റ്റാണ് മിന്നു പറഞ്ഞത്. ഞാന് പെരുമ്പാവൂർ വെച്ച് പയ്യനെ കണ്ട് വർത്തമാനമൊക്കെ പറയാൻ എനിക്കറിയപ്പെടുക. അപ്പൊ അവൻ പറഞ്ഞിട്ടായിരുന്നു, കൊല്ലത്തെ അടുത്ത പ്രാവശ്യം ഇടുക്കിയുടെ എലിഗ്രൽ ലാൻഡ് ലിസ്റ്റിൽ ആദ്യത്തെ 150 എണ്ണത്തിൽ ഞാനുണ്ടാവും ഇടുക്കിയുടെ. അപ്പൊ കറക്റ്റാണ്, അവിടെ ആദ്യത്തെ 100ന്റെ ഉള്ളിൽ ഉണ്ടാവും. ജോലി കിട്ടി. യെസ്, ഓൾറെഡി അവർക്ക് ജോലി ഉണ്ട് കേട്ടോ, ചെറിയൊരു ജോലി ഉണ്ട്, ശമ്പളം കുറഞ്ഞ ജോലിയുണ്ട്. അത് ഉള്ളപ്പോഴാണ് പുള്ളി പറയണത്, ഞാൻ അടുത്ത എലിഗ്രൽ ലിസ്റ്റില് ആദ്യത്തെ 150 എണ്ണത്തിൽ ഞാൻ ഉണ്ടാവുന്നു. കറക്റ്റായിട്ട് തന്നെ. യെസ്, ഒന്ന് ശ്രമിച്ച്. PSCയുടെ ഒരു കോച്ചിങ്ങിന് പോയിരുന്നു ഞാൻ സാറേ. അപ്പോ അവിടെ ഒരു കുട്ടി വന്നിരുന്നു. ആ കുട്ടി നന്നായി പഠിക്കും, അവള് ഹസ്ബൻഡ് ഹോട്ടലാണ്. അപ്പൊ അവള് പറയും, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ ഹോട്ടൽ ജീവിതത്തിൽ ഒതുങ്ങി പോകും എന്ന് പറഞ്ഞിട്ട് അവള് പേഡി ക്ലർക്കിന്റെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അവള് എപ്പോഴും പറയും, എനിക്കൊരു ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഹോട്ടലിലെ ജീവിതമായിട്ട് ഒതുങ്ങി പോകും എന്ന് പറഞ്ഞിട്ട് അവള് കോച്ചിങ്ങിന് വന്നത്. അവളിപ്പോ കേറി ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഒരുപാട് നമുക്ക് കുറെ കൂടി സെക്യൂരിറ്റി ഉണ്ട്. കാരണം നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഗുണം ഞാൻ കണ്ടാക്കുന്നത്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ 60 വയസ്സ് വരെ നമുക്ക് ജീവിക്കാം. പെൻഷനെ കുറിച്ച് ചിന്തിക്കണ്ട, അത് നിന്ന് പോകും. അപ്പൊ അതിനെ കുറിച്ച് വിട്ടു കളഞ്ഞത്, അപ്പൊ അത് പോയി. പിന്നെ നമുക്കിപ്പോ ഒരു 5 കൊല്ലം ജോലിക്ക് പോകണ്ടെന്ന് തോന്നി 5 കൊല്ലത്തേക്ക് ലീവ് എടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ആ ജോലി അവിടെ ഉണ്ടാവും. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അത് പറ്റുമോ?
5 കൊല്ലം പോയിട്ട് 5 ദിവസം എടുക്കാൻ പറ്റൂല. അപ്പോഴൊക്കെ അവര് നമ്മളെ മാറ്റിട്ട് അടുത്ത അടവിക്കും. അപ്പൊ ജോലിക്ക് ഒരു സെക്യൂരിറ്റി. പക്ഷെ ഈ ഗവൺമെന്റ് ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി, അതിനൊരു സെക്യൂരിറ്റി ഉണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, നമ്മൾ കൊണ്ടേ കളയേണ്ടതാണ്. സത്യസന്ധമായിട്ട് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സെക്യൂർഡ് ആണ്. എനിക്ക് ഇപ്പം ഈ ടീച്ചിങ്ങിന്റെ ഇത് മേഖലയിലേക്ക് കടന്ന് ജോലി കിട്ടിയാലും അതൊരു പ്രൈവറ്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് വീട്ടിലിപ്പോ അമ്മ കൂടിയുള്ള കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ജോലി കളയേണ്ടി വരും. വീട്ടില് ബാക്കി ഹസ്ബൻഡിനും ഹസ്ബൻഡിന്റെ ഏട്ടനും ഹസ്ബൻഡിന്റെ ഏട്ടന്റെ ഭാര്യയ്ക്കും ഒക്കെ ഗവൺമെന്റ് സർവീസിലാണ്. അപ്പൊ അവരോട് ജോലി കളയാൻ പറയാൻ പറ്റില്ലല്ലോ, നമ്മളിവിടെ പറയുള്ളൂ അന്ന്. അപ്പൊ ഞാൻ ആലോചിക്കും ഇപ്പൊ ഈ എനിക്കൊരു ജോലി ഇപ്പൊ ദേ അമ്മയ്ക്ക് വയ്യാണ്ടായി, ടീച്ചിങ് പ്രാക്ടീസിന് എങ്ങനെ പോകും എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ എന്റെ ടെൻഷൻ. ഇത്ര നാളൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ അതെ, അപ്പൊ ഞാൻ അറിയാ ടീച്ചറായിട്ട് കയറാൻ യോഗ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും എന്ന് അങ്ങനെ ആലോചിക്കും. പിന്നെ ഈ ജോലി അവർക്ക് ഇപ്പൊ ജോലി ഗവൺമെന്റ് സർവീസാണെന്ന് പറഞ്ഞില്ലേ, ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ അവർക്ക് ലീവ് എടുക്കാമല്ലോ. കാരണം ഞാൻ പറയാം, ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 ഞായറാഴ്ചയാണ്. അപ്പൊ 52 ദിവസം ജോലിക്ക് പോകണം. 12 സെക്കൻഡ് സാറ്റർഡേ ഉണ്ട്. ആ 12 ദിവസവും ജോലിക്ക് പോകണം. അപ്പൊ 52 + 12 ശുഭ കൂട്ടിക്കോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 20 ദിവസം നമുക്ക് ശമ്പളത്തോടു കൂടി അവധിയുണ്ട് ഒരു വർഷം, ജനുവരി ടു ഡിസംബർ. അപ്പൊ +20 കൂടി കൂട്ടാം, +20. വേറൊരു പ്രത്യേകത ഉള്ളത്, ഓഗസ്റ്റ് 15, ജനുവരി 26 അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വേറെ നമുക്കൊരു 10 ദിവസം കിട്ടുമെന്ന് വിചാരിക്കും. 10 ദിവസം കൂടുതൽ കിട്ടും ചിലപ്പോ, എന്നാലും പോട്ടെ, ഒരു 10 ദിവസം കൂടി നമുക്ക് അങ്ങനെ കിട്ടും. യെസ്. പിന്നെ പകുതി ശമ്പളത്തോടു കൂടിയ 20 ദിവസത്തെ ലീവ് ഉണ്ട്. അപ്പൊ ആ ലീവ് നമ്മൾ എടുത്താല് പകുതി ശമ്പളം കിട്ടും. പകുതി ശമ്പളം, ഫുൾ ശമ്പളം അല്ല, പകുതി ശമ്പളം. യെസ്. അപ്പൊ കൂട്ടി 20 ദിവസത്തെ പകുതി ശമ്പളത്തോടു കൂടി 20 ദിവസത്തെ ലീവ്. യെസ്. ഇത് കൂടാതെ അടുത്തത്, ഓരോ 11 ദിവസം നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ലീവ് വെച്ച് വീണുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു വർഷം 33 32 ലീവ് കിട്ടും. 11 ദിവസത്തേക്ക് ഒന്ന് വെച്ചാൽ വേണ്ടത്. യെസ്. അപ്പോ ആ 33 ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ശമ്പളത്തോടു കൂടിയ ലീവാണ്. ആ ലീവ് നമുക്ക് എടുത്തിട്ടില്ലെങ്കിൽ അത് അവിടെ കിടന്നോളൂ. നമ്മൾ റിട്ടയർ ചെയ്യുന്ന പോലെ അത് അവിടെ നമുക്ക് ക്രെഡിറ്റിൽ ഇടാം, നമ്മുടെ ക്രെഡിറ്റിൽ കിടന്നോളൂ. യെസ്. 400 വിട്ട് പോകരുത്. 400 പോയി കഴിഞ്ഞാൽ കുറച്ചപ്പം എടുക്കണം, ഇത്രേ ഉള്ളൂ. 400 വരെ നമുക്ക് ഇങ്ങനെ ക്രെഡിറ്റിൽ സൂക്ഷിക്കാം. അപ്പൊ നമുക്കൊരു 400 ദിവസത്തേക്ക് ലീവ് എടുക്കണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്കാതെ പോയി എടുക്കാം, ഒരു ശമ്പളം കിട്ടും, വീട്ടിലിരിക്കുകയും ചെയ്യാം. യെസ്. അങ്ങനെ ഇനി നമ്മുടെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, കുറച്ച് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഈ 400 ലീവില് അതിൽ നിന്ന് 30 ലീവ് അങ്ങോട്ട് കൊടുത്ത് ഒരു മാസം ശമ്പളം മേടിക്കും. നമുക്ക് പൈസക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിൽ ഈ 400 ലീവ് നമ്മളൊക്കെ എടുക്കണം, ഇത് 30 അങ്ങോട്ട് കൊടുക്കുക, സറണ്ടർ ചെയ്യാൻ തുടങ്ങി. ഒരു വർഷം ഒരു പ്രാവശ്യമേ സറണ്ടർ ചെയ്യാൻ പറ്റൂ. അത് 30 പരമാവധി സറണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ സറണ്ടർ ചെയ്യാൻ പറ്റും. കുറയാം. എല്ലാ ജോലിക്കാർക്കും പറ്റുമോ? എല്ലാ ഗവൺമെന്റ് സർവീസിനും പറ്റുമോ? എല്ലാ ഗവൺമെന്റ് സർവീസിനും പറ്റും. കൊതിയായിട്ട് പാടില്ല സാർ. ഇവിടെ ഏട്ടനും ഹസ്ബൻഡിന്റെ ഏട്ടനും വൈഫും ഒക്കെ അങ്ങനെ ചെയ്യണവര്. അവര് രണ്ടാളും ടീച്ചിങ് മേഖലയിലാണ്, ഹസ്ബൻഡിന്റെ ഏട്ടനും വൈഫും. അവർക്ക് വെക്കേഷൻ ഉണ്ട്, ഞായറാഴ്ചകളുണ്ട്. പക്ഷെ ഹസ്ബൻഡിന്റെ ഏട്ടൻ പ്രിൻസിപ്പളാണ്, പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൾ. ആൾക്ക് അങ്ങനെ ലീവ് ഇല്ല. ആൾക്ക് എക്സാം ഡ്യൂട്ടി അത് ഇത് എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ ഓടും. പക്ഷെ എടുത്തമ്മ എപ്പോഴും വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ വീട്ടിലുണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇപ്പൊ 10th ക്ലാസ് എടുക്കണം. അപ്പൊ അവർക്ക് സ്പെഷ്യൽ ക്ലാസ് അത് ഇത് പറഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് ക്ലാസ് തീർക്കേണ്ട സമയമാണല്ലോ. അപ്പൊ അതിന്റെ തിരക്കാണ് എടുത്തമ്മയ്ക്ക്. നമ്മള് പകൽ മുഴുവൻ വീട്ടില് വെറുതെ ഇരിക്കില്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടത്.
സാറേ എന്താ എനിക്കുണ്ടല്ലോ സുബിത പറഞ്ഞില്ലേ വീട്ടുകാർ സ്കൂളിൽ വിട്ടു അതുകൊണ്ട് പഠിച്ചു, വീട്ടുകാർ കല്യാണം കഴിച്ചു. അപ്പൊ അത് വളരെ ശരിയാന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും എനിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റി. നമ്മള് സ്കൂളിൽ വിട്ടു അതുകൊണ്ട് നമ്മൾ പഠിച്ചു, കല്യാണം കഴിപ്പിച്ചു അതുകൊണ്ട് നമ്മൾ കല്യാണം കഴിച്ചു. അപ്പൊ ഞാൻ അവർക്ക് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ശരത്ത് എന്നാട്ടോ പേര്. അതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. കുഞ്ഞിലേ മുതൽ എൻ്റെ കൂടെ പഠിക്കുന്ന, ഡിഗ്രി വരെ എൻ്റെ കൂടെ പഠിക്കുന്ന ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. എന്റെ ഹസ്ബൻഡിന് ഒക്കെ അറിയാം. എന്റെ കല്യാണത്തിന് എൻഗേജ്മെന്റിന് എല്ലാം വന്നു. ഞാൻ എന്ന് വീട്ടിൽ ചെന്നാലും എന്നെ കാണാൻ വരും. ഇവിടെ എന്നെ കെട്ടിച്ചു വിട്ട വീട്ടിലും എന്നെ കാണാൻ വരും. അത്രയ്ക്ക് ചെറുതിലെ മുതലുള്ള കൂട്ടാ. അപ്പൊ ഞങ്ങളുടെ പേര് ശുഭ ശരത് രണ്ടും ആ ഒരു സ്പെല്ലിങ്ങിന്റെ ഇതുകൊണ്ട് ഞങ്ങള് മിലിറ്റ യൂണിവേഴ്സിറ്റി എക്സാമുകളിലും ഒരു ബെഞ്ചിൽ രണ്ടുപേരെയല്ലേ ഇരുത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഒരു നമ്പർ വ്യത്യാസം ഞങ്ങൾ രണ്ടുപേരുമാണ് എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമുകൾക്കും ഒരു ബെഞ്ചിലിരിക്കുന്ന ആൾക്കാര്. അപ്പൊ ഞാന് വലിയ തരക്കേടില്ലാതെ പഠിക്കുന്ന ആളാണ്. അവനും നന്നായിട്ട് പഠിക്കും. പക്ഷേ ഉണ്ടല്ലോ അവന് പഠിക്കാൻ കഴിയില്ല. അപ്പൊ ഞാനാലും അടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കി എഴുതാം എന്നുള്ള ധൈര്യം കൊണ്ട് അവൻ പഠിക്കില്ല. അപ്പൊ ഞാൻ പഠിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവളുടെ നോക്കി എഴുതും. അപ്പൊ ഞാൻ പാസ്സാവും. പിന്നെ ഞാനെന്തിനു പഠിക്കണം എന്നുള്ള ഇതാണ് അവന്. എന്നിട്ട് പുള്ളിക്കാരൻ ഒരിക്കലും പഠിക്കില്ല. അപ്പൊ അവൻ എന്റെ നോക്കിയാട്ടോ എന്ന് എഴുതും. ഞാൻ കാണിച്ചു കൊടുക്കും. കാരണം ഞങ്ങള് ചങ്കും ചങ്കടിപ്പുമാണല്ലോ. അതുകൊണ്ട് അവൻ നോക്കി എടുക്കുന്നത് എനിക്ക് പ്രശ്നമല്ല. ഞങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ എന്ത് എഴുതുന്നോ അത് തന്നെ അവൻ എഴുതും. ചിലപ്പോ ഞാൻ എഴുതുന്ന ആൻസർ തെറ്റായിരിക്കും, എനിക്കത് അറിയത്തില്ലായിരിക്കും, ഞാൻ ചുമ്മാ എഴുതുന്നതായിരിക്കും. അവന് ശരിക്കും അതിന്റെ ആൻസർ അറിയാം, എന്നാലും ഉണ്ടല്ലോ ഞാൻ എഴുതുന്നത് തെറ്റാ അവൻ എഴുതുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമുകളും. അങ്ങനെ ഡിഗ്രി ഫൈനൽ ഇയർ ലാസ്റ്റ് സെമ്മിന്റെ എക്സാം നടക്കുക. അപ്പോഴും അപ്പൊ അതൊരു സാറാ ക്ലാസ്സില്. ആ എക്സാം തീരാൻ 3 എക്സാമും കൂടെ ഇനിയുള്ളൂ. അപ്പത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ കോപ്പി അടിച്ചതിന് ഞങ്ങളെ പിടിച്ചു. അപ്പൊ ഞങ്ങളെ രണ്ടുപേരെ എണീപ്പിച്ച് നിർത്തി. എന്നിട്ട് സാറ് പറഞ്ഞു, ഞാൻ കുറെ നേരമായിട്ട് ഇത് കാണുന്നതാണ്, എന്നാ 2 എണ്ണത്തിനെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് എനിക്ക് പേടിയായി. കാരണം യൂണിവേഴ്സിറ്റി എക്സാം ആണ്, ലാസ്റ്റ് സെമ്മാണ്. പോയാ നമ്മളെ ഡീബാർ ചെയ്താൽ നമ്മുടെ 3 വർഷം പോകുമല്ലോ. അപ്പത്തേക്ക് അതും ഫൈനൽ ഇയർ ആയി. അപ്പൊ നമ്മുടെ നഷ്ടപ്പെടുമ്പോ നമ്മുടെ ഇയർ, നമ്മുടെ പ്രായം എല്ലാം പോകുമല്ലോ. അപ്പത്തേക്ക് എനിക്ക് പേടിയായി. ഞാൻ കരഞ്ഞു. അപ്പൊ ഞാൻ കരയുന്ന കണ്ടതുകൊണ്ടാണോ എന്നാന്നറിയത്തില്ല, സാറ് പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ഇരുത്തി. പക്ഷെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് സാറായതുകൊണ്ടാണ് ഇരുത്തിയത്. പക്ഷെ ഒരു ടീച്ചറായിരുന്നു അപ്പൊ തന്നെ ചവിട്ടിക്കൂട്ടി പുറത്താക്കിയേനെ. ടീച്ചർമാരാണ് കുറച്ചുകൂടി ടെറർ. സാറന്മാര് കുറച്ചും കൂടെ ഇച്ചിരും കൂടെ ഇതുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെ ഇരുത്തി എക്സാം എഴുതി. അങ്ങനെ എഴുതി. ഇവന് വേറൊരു ഇതും കൂടെ, ഇവന് ഈ ബ്ലേഡ് വെച്ച് ഡെസ്കിൽ ചിരണ്ടി എഴുതി വെക്കും. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഒരു ബെഞ്ചിൽ 2 പേരെയല്ലോ ഇരുത്തുന്നേ. അപ്പൊ അവൻ എന്റെ സൈഡിൽ ചിരണ്ടി എഴുതി വെക്കും. അപ്പൊ ഞാൻ ചോദിക്കാം, അന്ന് നിനക്ക് നീ ഇരിക്കുന്നിടത്ത് ചിരണ്ടി എഴുതി വെക്കാൻ പാടില്ലേ ചോദിക്കും. അപ്പൊ എടി പേപ്പർ ഇങ്ങനെ മാറ്റി വെച്ച് ഞാൻ ചിരണ്ടിയോടത്ത് നോക്കുമ്പോ എന്നെ ഉറപ്പായിട്ടും പിടിക്കും. പക്ഷെ നീ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ വെക്കുമ്പോ ഞാൻ ചെരിഞ്ഞിരുന്ന് ഇങ്ങനെ എഴുതുമ്പോ എനിക്ക് കണ്ണിന്റെ ഒരു സൈഡ് കൊണ്ട് നിന്റെ സൈഡ് കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ നിന്റെ കോപ്പി അടിക്കുന്നത്. അതുപോലെ അപ്പൊ എനിക്ക് ഡെസ്കേലേയും കാണാൻ പറ്റും. അതുകൊണ്ട് അവിടെ എഴുതുന്നത്. ഞാനിങ്ങനെ പേടിച്ച് പേപ്പർ വെച്ച് മറച്ചു വെക്കും. കാരണം എന്റെ ഫ്രണ്ടില് നമ്മുടെ ടെക്സ്റ്റ് എഴുതി വെച്ചേക്കുവാ, എന്നെ പിടിക്കില്ലേ. അതുകൊണ്ട് ഞാൻ ഈ പേപ്പറൊക്കെ വെച്ച് ഇത് മറച്ചു വെക്കും. അങ്ങനെ എഴുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്നാന്ന് വെച്ചാൽ, അങ്ങനെ എന്റെ കോപ്പി അടിച്ച് പാസ്സായ ആളാണ് അവൻ. അത് കഴിഞ്ഞിട്ട് ഈ സുബിത പറഞ്ഞതുപോലെ ഞാൻ ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കുന്നു. അവൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ആദ്യം ഞങ്ങള് ബികോമാ. അത് കഴിഞ്ഞപ്പോ അവൻ ഈ പ്രൈവറ്റ് ബാങ്കുകളിൽ ഇസാഫ് അങ്ങനത്തെ അതിന്റെ അകത്ത് ആദ്യം കളക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് കയറി. അപ്പൊ ഭയങ്കര റിസ്ക് ആയിരുന്നു ജോലി. ആരെങ്കിലും കളക്ഷൻ കൊടുത്തില്ലേ ഇവരുടെ മാനേജർമാർ ഇവരെ ഇങ്ങനെ ചീത്ത പറഞ്ഞ് ഇതാക്കും. അന്നേരം അവൻ എന്നെ ഫോൺ വിളിക്കും, എന്റെ പൊന്നു ശുഭേ എനിക്ക് ഹെൽമെറ്റ് വെച്ച് തലയടിച്ച് പൊട്ടിക്കണമെന്ന് തോന്നി, പിന്നെ നമുക്ക് ജോലി വേണമല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതെ ഇറങ്ങി പോന്നു എന്ന് പറയും. അപ്പൊ ഞാൻ പറയും നിക്കട അവിടെ പിടിച്ച് നിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് അവന് ഇസാഫ് ബാങ്കിന്റെ മാനേജറായി. അതുവരെ അവൻ അവിടെ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞ് കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാം എഴുതി. കോഓപ്പറേറ്റീവ് ബാങ്കിൽ അവന് ജോലി കിട്ടി. അതുകൊണ്ടും അവന് തൃപ്തനാകാതെ ഈ PSC ടെസ്റ്റ് എഴുതി. ഇപ്പൊ നിലവിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. ഹൈ സാലറി, എന്നാ പറയുന്ന ഗവൺമെന്റ് ജോലിക്കാരൻ എന്നുള്ള ഒരു റെപ്യൂട്ടഡ് പൊസിഷൻ, സൊസൈറ്റിയിൽ വില, അങ്ങനെ എല്ലാം അവനുണ്ട്. പക്ഷെ സത്യത്തിൽ ബാക്കിലേക്ക് നോക്കിയാൽ ഞാൻ എഴുതിയ തെറ്റടക്കം കോപ്പി അടിച്ച് എഴുതിയ ആളാണ് അവൻ. പക്ഷെ പഠിച്ച് പരീക്ഷ എഴുതി ഞാൻ എവിടെ ഇരിക്കുന്നു, കോപ്പി അടിച്ച് എഴുതിയ അവൻ എവിടെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ സുബിത പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുമായിരുന്നു. നമ്മളെ പഠിക്കാൻ വിട്ടു, പഠിച്ചു, കല്യാണം കഴിച്ചു, നമ്മള് വീട്ടിൽ കുത്തിയിരുന്നു.
പക്ഷെ അന്ന് നമ്മള് വിചാരിച്ചു നമ്മൾ വലിയ പഠിപ്പിസ്റ്റുകളാണ്, നമ്മൾ എവിടെയെങ്കിലും എത്തുമെന്ന്. പക്ഷെ നമ്മൾ ഒരിടത്തും എത്തില്ല എന്ന് വിചാരിച്ച അവര് ഒരു പൊസിഷനിലെത്തി. പിന്നെ എന്നെ സംബന്ധിച്ച് അതെന്റെ ചങ്ക് ഫ്രണ്ട് ആയതുകൊണ്ട് അവൻ ഒരിടത്ത് എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ സുബിത പറഞ്ഞപ്പോ ഞാനത് ഓർക്കുമായിരുന്നു, പറഞ്ഞത് വളരെ ശരിയാണല്ലോ എന്ന്. അതാണ് ഞാൻ പറയുന്നത്, പരീക്ഷയിലെ വിജയവും ജീവിതത്തിലെ വിജയവും കണ്ടിട്ടുണ്ട്. ഫുൾ A+ കിട്ടിയവരാരും ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. ജീവിതത്തിൽ ജയിക്കാൻ ഫുൾ A+ന്റെ ആവശ്യമില്ല. ഏത് വിജയമാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ. പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു വളരെ ആത്മാർത്ഥ ഈ പറഞ്ഞ സുഹൃത്തിനുണ്ടാവും സുഹൃത്തിൻ്റെതായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇതില്ലാത്ത നമ്മൾ ദുഃഖം കാണണം. നമുക്ക് ജോലി കിട്ടിയില്ല. സാർ, അവന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയാവോ? അവന് പെണ്ണ് കിട്ടിയില്ല എന്നുള്ളത്, കല്യാണം കഴിഞ്ഞില്ല. അപ്പൊ എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഇവനോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ, എന്നെ കെട്ടിച്ചു വിടുവാലോ. അപ്പൊ ഞാൻ എന്നെ കെട്ടിച്ചു വിടുന്ന നാട്ടിൽ ചെന്ന് അവിടെ നിനക്ക് എന്തായാലും ഞാനൊരു പെണ്ണ് കണ്ടുപിടിക്കാമെന്ന് ഞാനൊരു വാക്ക് ഇവനോട് പറഞ്ഞു പോയി. എന്റെ പൊന്നു സാറേ, എന്റെ കഷ്ടകാലത്തിന് ഞാൻ കെട്ടിച്ചു വിട്ടടുത്ത് ചെന്ന് എന്റെ അയലക്കത്തൊന്നും പെൺപിള്ളേരില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡിന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ആൺകുട്ടികള്. എനിക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കല്യാണം കഴിക്കാനുള്ള ചെറുക്കന്മാരവിടെയുണ്ട്. ഞാൻ നോക്കിയിട്ട് അവന് പറ്റിയൊരു പെണ്ണില്ല. അപ്പൊ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും, നീ എന്തൊരു മനുഷ്യ സ്ത്രീ അടി, നീ പറഞ്ഞിട്ടാ ഞാൻ ഒരാളെ പ്രേമിക്കുക പോലും ചെയ്യാൻ, എന്നിട്ട് നീ ഒരു പെണ്ണ് കണ്ടുപിടിച്ചോ, ഇപ്പൊ ഇനി എനിക്ക് എവിടുന്ന് പെണ്ണ് കിട്ടാനാ എന്ന് പറയും. ഞാൻ സത്യത്തിൽ നോക്കിയത് അവിടെ കണ്ടില്ല, അവിടെ കൂടുതലും ആൺകുട്ടികളാ. ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെയും ഫ്രണ്ട്സായി, എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കെട്ടിച്ചു വിട്ടോടത്തുനിന്ന് കിട്ടി. പക്ഷെ അവന് പറ്റിയൊരു പെണ്ണിനെ എനിക്ക് അവിടുന്ന് കിട്ടിയില്ല. അല്ലേ? ഓക്കെ. അപ്പൊ പുള്ളിയുടെ എന്താ പറയാ, പകയില് വെച്ച പെൺകുട്ടി എവിടെയോ നോക്കിയിരിപ്പുണ്ടാവും. ഇതിന്റെ ഉടമസ്ഥം വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു നോക്കിയിരിപ്പുണ്ടാവും. ചെയ്യാവും. വിവാഹം, വീടുപടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടന്നു പോകുന്ന സംഗതികളാണ്. പറയും. അപ്പോ ഒരു കഥ എഴുതാനുള്ള മെറ്റീരിയൽസ് ഒക്കെ എല്ലാവരുടെ കയ്യിലുണ്ട് അല്ലേ സുബിത, മിന്നു, ലിജി? അത് കഷ്ടകാലം നേരത്തെ കല്യാണം ശരിയാവുള്ളൂ സാറ്. അതിനൊന്നുമില്ല അല്ലേ? കഷ്ടകാല സമയത്താണ്. How we deal it. 90% അങ്ങനെയാ സാറേ, 90% അങ്ങനെയാ പറയാ. അതെ, കഷ്ടകാല ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇതൊക്കെ ഇതിന്റെ പാട്ടായിട്ടൊക്കെ പോവും. പിന്നെ ഞാനും അത് ഫ്രണ്ടിനോട് പറയും, സാർ നീ ഇപ്പൊ കല്യാണം കഴിക്കാത്തതുകൊണ്ടാണ് നിനക്ക് പെണ്ണ് കിട്ടിയില്ല എന്ന് വിഷമം നിനക്ക് തോന്നുന്നത്. കല്യാണം കഴിച്ചു കഴിയുമ്പോ നീ തന്നെ എന്നെ വിളിച്ചു പറയും, എന്റെ പൊന്നു ശുഭയെ കെട്ടാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് പറയൂന്ന്. അത് ശരിയാണ്. പക്ഷെ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്ത് ഡീലിങ്സ് ആണ് അതിന്റെ പ്രശ്നം. ഹൗ ഡു യു ഡീൽ ഇറ്റ്, അതാണ് അതിന്റെ വിഷയം. എങ്ങനെ നമ്മൾ ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നുള്ളതാണ്. അങ്ങനെ കഷ്ടകാലം നേരത്തിനൊക്കെ അത് കഷ്ടകാലം വന്ന് വരും. അത് 1 വർഷം പിടിച്ചാണെങ്കിലും നമുക്ക് സംഭവിക്കാനുള്ളത് കറക്റ്റായിട്ട് അങ്ങനെ വന്ന് സംഭവിച്ചിരിക്കും. നിനക്കാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ, 7 കടലിന്റെ അപ്പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് അവിടെ നിന്ന് പറന്ന് നിന്റെ അടുത്ത് വരും. നിനക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ചുണ്ടുകൾക്ക് അരികത്ത് നിന്ന് അത് തട്ടിത്തെറിപ്പിച്ച് കളയും എന്നാണ് ഖുർആനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ സംഭവിച്ചിരിക്കും, ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഇനി ഞാനിപ്പോ ഇതിന്റെ അത് ഒന്നിട്ട് കാര്യങ്ങൾ നിങ്ങളോട് വെറുതെ ചോദിക്കാനായിട്ട് വിചാരിച്ചാണ്. നമ്മളിപ്പോ ആരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് ഉപയോഗിക്കും. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം വിരോധമില്ലെങ്കിൽ ചെയ്യട എന്ന് നമുക്ക് പറയാം. പക്ഷെ അതിനേക്കാൾ മുമ്പ് നമ്മൾ എന്താ പറയുന്നത്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, വിരോധമില്ലെങ്കിൽ. നിങ്ങൾ ഒരു സീറ്റിരിക്കുന്നു, അടുത്തിരിക്കുന്ന ആളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് പറയാം ഇഫ് യു ഡോണ്ട് മൈൻഡ്. വിരോധമില്ലെങ്കിൽ പ്ലീസ് മൂവ് എ ലിറ്റിൽ, അല്പം ഒന്ന് ഇരിക്കാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്. അപ്പൊ ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് കഴിഞ്ഞതിന് ശേഷം പ്ലീസ് ഉപയോഗിക്കുന്നു. പിന്നെ പിന്നെ പ്രസന്റൻസ് ഉപയോഗിക്കുക. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് മൂവ്. അപ്പൊ നിങ്ങളൊരു വാചകം പറയുക, അതിൻ്റെ അകത്ത് ഇഫ് യു ഡോണ്ട് മൈൻഡ് വേണം,
പ്ലീസ് വേണം. ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഗീവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. വിരോധമില്ലെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരും. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കും. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്. നമ്മൾ ഇത് നോക്കുന്ന ഒരു രീതി അതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്. അപ്പൊ ഓരോരുത്തരും ഓരോ വാചകം മനസ്സിലൊന്ന് ആലോചിച്ച് വെച്ച് ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്. റെഡിയാകുമ്പോ പറഞ്ഞോട്ടെ. Yes. If you don't mind, please. ഒരു വാചകം പറഞ്ഞ if you don't mind, please വെച്ച്. If you don't mind, please tell the truth. Yes. If you don't mind, please tell the truth. വിരോധമില്ലെങ്കിൽ സത്യം എന്നോട് പറ. ഓക്കെ ശുഭ, വേറെ ഒന്ന് പറ. If you don't mind, I will close the window. I am feeling a bit cold. Yes. അപ്പൊ പ്ലീസ് വന്നിട്ടില്ലേ? പ്ലീസ് ക്ലോസ് ദ വിൻഡോ. കേട്ടോ? ഇഫ് യു ഡോണ്ട് പ്ലീസ് കൂടി ഞാൻ പ്ലീസ് വെച്ചാലേ പറയാം. നമ്മളിപ്പോ പറഞ്ഞ കൺസ്ട്രക്ഷൻ മുഴുവനും ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ആണ്. അപ്പൊ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ക്ലോസ് ദ വിൻഡോ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. സുബിത വേറെ ഒന്ന് പറഞ്ഞേ. If you don't mind, please give your pen. If you don't mind, please give your pen. ലിജി വേറെ ഒന്ന് പറഞ്ഞേ. If you don't mind, please switch off the light. Yes, very good. If you don't mind, please switch off the light. Light in the switch off here. Millu, where on the If you don't mind, please send a if you don't mind, please take a glass of water. If you don't mind, please take a glass of water. Where on the yes, please take a glass of water. Shubha, where on the Shubha, yes, now. Subida. If you don't mind, please give me your text. Yes, if you don't mind, please give me a text. Yes, Subida. Yes. Subida, where on Liji, where on the If you don't mind, please give some money. Yes, please give some money. Okay, very good, very good, very good, very good. Correct. Yes. അപ്പൊ നമ്മളിത് നോക്കിയത് ഒരു പാസേജ് ആണ് നോക്കിയത്. പിന്നെ ഇഫ് യു ഡോണ്ട് മൈൻഡ്, പിന്നെ അതുപോലെ തന്നെ വേറെ രണ്ടു നോക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. സോ വി വിൽ മീറ്റ് ടുമോറോ. ഓക്കെ. Thank you, sir. Thank you, sir. Okay.